ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ അച്ഛൻ വന്നിട്ട് കൺമണിയോടായിട്ട് ചോദിക്കുന്നുണ്ട്, കൺമണി നീ എന്താണ് വരുണിൻ്റെ വീട്ടുകാരോട് ആ സ്വർണം തിരിച്ചു കൊണ്ടുപോകാനായിട്ട് പറഞ്ഞത് എന്നൊക്കെ. അത് പിന്നെ അച്ഛാ, വരുണും ഞാനും ഒരുമിച്ച് ജീവിക്കേണ്ടവരാണ്. പക്ഷേ വരുണാണെങ്കിലോ ഇപ്പോൾ തന്നെ എന്നോട് വളരെ മോശമായിട്ടാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അത് ശരിയാവും തോന്നുന്നില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരസ്പരം ബഹുമാനത്തോടുകൂടി ജീവിക്കേണ്ട ഒരാൾക്കാരാണ് ഭാര്യയും അതുപോലെ ഭർത്താവും. പക്ഷേ വരുണാണെങ്കിലോ എന്നെ ഒരു അടിമയാക്കാനാണ് വരുൺ തീരുമാനിച്ചിരിക്കുന്നത്, എനിക്ക് മനസ്സിലായി എന്ന് പറയുന്നു. അപ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ട്, മോളെ അത് മാത്രമാണോ നിൻ്റെ ഇപ്പോഴത്തെ ചിന്ത, അത് വേറെ വല്ലതുമാണോ, എന്താ അച്ഛൻ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ കൺമണി അച്ഛനോട് ചോദിക്കുമ്പോൾ, ഞാൻ കുറേ കാര്യങ്ങൾ കണ്ടു, അച്ഛൻ കണ്ടതൊന്നും സത്യമല്ല എന്നൊക്കെ പറയുന്നുണ്ട്. മോളുടെ അച്ഛനല്ലേ, എനിക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവും എന്നൊക്കെ പറയുന്നുണ്ട്. മോളെ, നമ്മൾക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്തത് നമ്മൾ ഒരിക്കലും എത്തിപ്പിടിക്കാൻ ശ്രമിക്കരുത് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് അവിടേക്ക് മനോജ് വരുന്നു. എന്താ അച്ഛനും മോളും കൂടി സംസാരിക്കുന്നത്? പിന്നെ മോളെ കൺമണി, നീ ആ ലീഗിൽ നിന്ന് റിസൈൻ ചെയ്യാൻ തീരുമാനിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുന്നു. ഇല്ല ഏട്ടാ, അപ്പോഴത്തേനുമാണ് നമ്മുടെ കൃപയ്ക്ക് ആക്സിഡൻ്റ് ആയത്, അതുകൊണ്ട് തന്നെ ഒന്നും തന്നെ അവതരിപ്പിക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം വീണ്ടും അപ്പോഴേക്കും മനോജിന് ഒരു ദേഷ്യം പോലെ ആവുന്നുണ്ട്. കാരണം ഇവൾ ഒരിക്കലും തന്നെ അലിഗിൽ നിന്ന് വിട്ടുപോരില്ല എന്നാണ് തോന്നുന്നത് എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. അങ്ങനെ ആൻറ്റിയമ്മ കൃഷ്ണനോട് പറയുന്നുണ്ട്, മോനെ നീ ഒന്നും കഴിച്ചില്ല, ഉറങ്ങിയില്ല, ഇങ്ങനെ നിന്നാൽ എങ്ങനെയാണ് ശരിയാവുക, നീ പോയി എന്തെങ്കിലും കഴിക്കുകയോ ഉറങ്ങുകയോ ചെയ്യുക, റൂമിലേക്ക് എന്ന് പറയുന്നു. ഇല്ല ആൻറ്റിയമ്മ, എനിക്കൊന്നും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കൺമണി പോണ കാര്യം നമ്മോട് പറഞ്ഞില്ലല്ലോ. അവളുടെ കല്യാണം കഴിക്കാൻ പോകുന്ന ആ വരുൺ വന്ന് കൂട്ടിക്കൊണ്ട് പോയി. പക്ഷെ അമ്പലത്തിൽ അവളും വന്നിട്ടുണ്ടായിരുന്നു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്ന് ആൻറ്റിയമ്മയുടെ ക്രഷ് പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ ക്രഷാണെങ്കിലോ കൺമണിയെ കെട്ടിപ്പിടിച്ച കാര്യവും കൺമണി ആ ഒരു കയ്യിൽ കർപ്പൂരം വെച്ച് കത്തിക്കുന്ന സമയത്ത് തട്ടി മാറ്റണതൊക്കെ ഓർത്തെടുക്കുന്നുണ്ട്. വീണ്ടും കാണിക്കുന്ന ബലരാമനെയാണ് കേട്ടോ. ബലരാമനാണെങ്കിലോ ഈ ആക്സിഡൻറ്റ് ചെയ്യിപ്പിച്ച ആൾക്ക് പൈസയൊക്കെ കൊടുക്കുന്നുണ്ട്, ഗുണ്ടകൾക്കൊക്കെ. അതിനുശേഷം ഇനി നിങ്ങളുടെ ഹെൽപ്പ് എനിക്ക് വേണ്ടി വരുമെന്നൊക്കെ പറയുന്നു. അതിനുശേഷം തന്നെ പൈസ കൊടുത്ത് അവർ പിരിച്ചു വിടുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം തന്നെ പിന്നെ മാനസയാണ് വരുന്നത്. മനസ്സ വരികയാണ് ചെയ്യുന്നത്. അതിനുശേഷം ബാംഗ്ലൂരിൽ നിന്ന് വരുന്നത് ഹോസ്പിറ്റലിലേക്കാണ് വരുന്നത്. ഹോസ്പിറ്റലിൽ വന്നിരിക്കുമ്പോഴത്തേനും കൃഷ്ണനോടെല്ലാം വീട്ടുകാരോടൊക്കെ ചോദിക്കുന്നതിന് കൃപയ്ക്ക് എന്താ പറ്റിയത്, എനിക്കൊന്ന് കൃപയെ കാണാൻ പറ്റുമോ, ഞങ്ങൾക്കേ പറ്റിയിട്ടില്ല, പിന്നെ എങ്ങനെ നിനക്ക് എന്നൊക്കെ കൃഷി ദേഷ്യത്തോടുകൂടി സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ആൻറ്റിയും പറയുന്നുണ്ട്, മോള് വന്നല്ലേ ഉള്ളൂ, പോയി ഇവിടെ റൂമുണ്ട് അവിടെ പോയി ഒന്ന് ഫ്രഷായിട്ട് വരൂ എന്ന് പറയുന്നു. വേണ്ട ആൻറ്റിയമ്മേ, ഞാൻ വീട്ടിൽ പോയിക്കോളാം എന്ന് പറയുന്നു. എന്നാൽ നീ കൃഷിൻ്റെ കൂടെ പൊയ്ക്കോളൂ എന്ന് പറയുന്നു. കൃഷാണെങ്കിൽ ഇതുവരെ ഒന്നും കഴിച്ചിട്ടുമില്ല, ഉറങ്ങിയിട്ടുമില്ല, ഒന്നുമില്ല, നീ അവനെയും കൂട്ടിക്കൊണ്ട് എന്നൊക്കെ പറയുന്നു കേട്ടോ. ശരി ആൻറ്റിയമ്മ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണനെ വിളിക്കാൻ പോകുമ്പോഴത്തേനും ദേഷ്യത്തോടു കൂടി സംസാരിക്കുക കേട്ടോ കൃഷി. കാരണം ഒന്നാമത് ബലരാമൻ്റെ കാര്യം ഓർത്ത് അങ്ങനെ ദേഷ്യം വരുന്ന കൃഷ്ണന് മാനസയുടെ പെരുമാറ്റവും തീരെ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഇപ്പോൾ ആദ്യം ഒരു ബലരാമനായിരുന്നു, ഇപ്പോൾ ഇതാ മാനസ ഒക്കെപ്പാടെ എൻ്റെ സമനില തെറ്റിക്കും, ഒന്ന് പോയി എവിടെ നിന്ന്, നീ എവിടെയായിരുന്നു എന്ന രീതിയിലൊക്കെ ചോദിച്ച് ദേഷ്യത്തോടു കൂടി സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ നേഴ്സ് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ പ്രശ്നം, ഒരു ബലരാമൻ്റെ ആൾക്കാരായതുകൊണ്ടാണ് ഞാൻ ഇതുവരെ ഒന്നും തന്നെ നിങ്ങളോട് പറയാത്തത്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ പറഞ്ഞയക്കുമായിരുന്നു എന്നൊക്കെ പറയുക കേട്ടോ ചെയ്യുന്നത്. അതിനുശേഷം തന്നെ ഒരു ബലരാമൻ, അവനെ ഞാൻ ഇന്ന് കൊല്ലും എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ സാഗറും എല്ലാവരും കൃഷ്ണനെ പിടിച്ച് മാറ്റുന്നുണ്ട്. അപ്പോഴത്തേനും മാനസയുടെ കൂടെ, മാനസ നീ വരുന്നുണ്ടേ വാ, അല്ലെങ്കിൽ ഞാൻ ആ ബലരാമൻ ഇപ്പോൾ കൊല്ലും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കൃഷ്ണും അതുപോലെ മാനസയും കൂടി തിരിച്ചു വന്നു. പക്ഷേ മാനസ അപ്പോഴും മനസ്സിൽ ചിന്തിക്കുന്നത്, കൃഷ്ണ നീ കെട്ടിയ താലി എൻ്റെ കഴുത്തിൽ വീണോട്ടെ, അന്നേരം നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, നിന്നെ ഞാൻ എൻ്റെ അടിമയാക്കുമെന്നൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പോവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്ന കൺമണിയും അതുപോലെ തന്നെ മനോജിൻ്റെ മോനെ കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അപ്പേ കൃപാൻറ്റിക്ക് എങ്ങനെയുണ്ട്, അവളുടെ കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണ് മോനെ എന്ന് പറയുന്നു. നല്ല ചേച്ചിയായിരുന്നല്ലോ, ഞങ്ങൾ ഒരുപാട് ഇഷ്ടമായിരുന്നു, എന്നോട് ഒരുപാട് സംസാരിക്കുന്ന ഒരു ചേച്ചിയായിരുന്നു, ചേച്ചിക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ, അവൾ പാവമായിരുന്നു മോനെ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് തന്നെ കൺമണി കൃഷ്ണാറിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് മോൻ. അപ്പോൾ പറയുന്നുണ്ട്, കൃഷ്ണൻ അതുപോലെ ഞാനും അമ്പലത്തിൽ നിന്ന് ഒരുപാട് കരഞ്ഞു, രണ്ടാളും കൃപയെക്കുറിച്ച് പറഞ്ഞിട്ടാണ് കരഞ്ഞത് എന്നൊക്കെ പറയുന്നു. പക്ഷേ കൺമണിയുടെ മനസ്സിൽ കൃഷ്ണ തന്നെ കെട്ടിപ്പിടിച്ച കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളൊക്കെ